ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അയർലൻഡിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് പറയുന്നതിന് മുൻപ് എന്റെ ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. മൈക്രോസോഫ്റ്റ് ടീംസ് വഴിയായിട്ടായിരുന്നു എന്റെ ഇന്റർവ്യൂ. രണ്ടുപേരായിരുന്നു എനിക്ക് ഇന്റർവ്യൂ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഇവിടുത്തെ ക്ലിനിക്കൽ ഫെസിലിറ്റേറ്ററും രണ്ടാമത്തേത് നഴ്സ് മാനേജറുമായിരുന്നു. ക്ലിനിക്കൽ ഫെസിലിറ്റേറ്റർ നമ്മുടെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് അല്ലെങ്കിൽ പ്രൊഫഷണൽ നോളജ് അതൊക്കെയാണ് നോക്കുന്നത്. നഴ്സ് മാനേജർ നമ്മുടെ പ്രാക്ടിക്കൽ സൈഡിലെ സ്കിൽസും പ്രാക്ടിക്കൽ സൈഡിലെ നോളജുമാണ് നോക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇവർ രണ്ടുപേരും എന്നോട് ചോദിച്ചിരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റർവ്യൂയിലേക്ക് കടക്കുന്നതിന് മുൻപേ കുറച്ച് വാം അപ്പ് ക്വസ്റ്റ്യൻസ് അവർ നമ്മളോട് ചോദിക്കും. നമ്മളൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാം അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. അതുകൂടാതെ നമ്മുടെ റെസ്യൂം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ നമ്മളോട് ചോദിക്കും. അതായത് കറന്റ്ലി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ സിറ്റുവേഷൻ, ബെഡ് സ്ട്രെങ്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഷിഫ്റ്റ് എങ്ങനെയാണ്, അങ്ങനെ അതുമായിട്ട് നമ്മുടെ റെസ്യൂം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വാം അപ്പ് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഡയറക്റ്റ് ഇന്റർവ്യൂയിലേക്ക് കിടക്കാം. ഡയറക്റ്റ് ഇന്റർവ്യൂയിലേക്ക് കടന്നതിന് ശേഷം ആദ്യം എന്നെ ഇന്റർവ്യൂ ചെയ്തത് ക്ലിനിക്കൽ ഫെസിലിറ്റേറ്റർ ആയിരുന്നു. ക്ലിനിക്കൽ ഫെസിലിറ്റേറ്റർ ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: എങ്ങനെയാണ് നമ്മൾ ടു കൊളീഗ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അവിടെ അവർ നോക്കുന്നത് നമ്മുടെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ലാണ്. സോ അതിനെ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നത് എന്നതാണ് അവരവിടെ മെയിൻ ആയിട്ട് നോക്കുന്നത്. സോ നമ്മൾ ആദ്യം ആ കൂടെയുള്ള കോവർക്കേഴ്സിനോട് സംസാരിക്കും. അവിടെ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നഴ്സ് മാനേജറോട് പറയും. അങ്ങനെ ഒരു ഹൈറാർക്കി ലെവലിൽ എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുക, വളരെ നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നതാണ് ഇവർ നോക്കുന്നത്. സോ അതിനുള്ള ആൻസർ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. നമ്മുടെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ലിനെ എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് അതിന് ആൻസർ പറഞ്ഞത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: നമ്മുടെ പ്രൊഫഷണൽ സ്കിൽസും പ്രൊഫഷണൽ നോളജ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ നടക്കുന്ന ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവില്ലേ, അതെങ്ങനെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ ബേസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എങ്ങനെയാണോ പ്രോഗ്രാംസ് നടക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞാൽ മതി. എന്തൊക്കെ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്, അതെങ്ങനെയാണ് നടക്കുന്നത്, മന്ത്ലി ആണോ നടക്കുന്നത്, അല്ലെങ്കിൽ ഇയർലി ട്വൈസ് ആണോ നടക്കുന്നത്, എങ്ങനെയാണോ ആ പ്രോഗ്രാംസ് നടക്കുന്നത്, അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മുടെ നോളജ് എത്രമാത്രം ഇംപ്രൂവ് ആയി എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പറയാം. ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ഹൗ ഡു യു എൻഷുർ ക്വാളിറ്റി നഴ്സിംഗ് കെയർ എന്നുള്ളതായിരുന്നു. അതായത് നമ്മൾ എങ്ങനെയാണ് ക്വാളിറ്റി നഴ്സിംഗ് കെയർ കൊടുത്തു എന്നത് നമ്മൾ എൻഷുർ ചെയ്യുക എന്നുള്ളത്. അതിന് നമുക്ക് പറയാം, നമ്മുടെ ഹോസ്പിറ്റലിൽ ഓഡിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാറ്റസുകൾ ഉണ്ട്. ഇതൊക്കെ വെച്ച് നമ്മൾ പേഷ്യന്റ് കെയർ കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി കെയർ കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ പറയാം. ഇതിനുശേഷം ക്ലിനിക്കൽ നഴ്സ് ഫെസിലിറ്റേറ്ററിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നോട് നഴ്സ് മാനേജറാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: എങ്ങനെയാണ് നമ്മൾ വാട്ട്സ് യുവർ ഡ്യൂട്ടി ഇൻ ഓപ്പറേഷൻ തിയേറ്റർ എന്നുള്ളതാണ്. ഇത് നമ്മൾ OET ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മൾ എ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ തിയേറ്റർ നഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ OETക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഇവിടെ ആൻസർ പറഞ്ഞാൽ മതി. നമ്മൾ ഹാൻഡ് ഓവർ എടുക്കുന്നത് മുതൽ നമ്മൾ തിയേറ്റർ പ്രിപ്പയർ ചെയ്യുന്നതും പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്നതും സ്ക്രബ് ചെയ്യുന്നതും സർക്കുലേറ്റ് ചെയ്യുന്നതും അവിടെ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണോ നമ്മൾ ചെയ്യുന്നത് അതൊക്കെ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഓർഗനൈസ് ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്ത് പറഞ്ഞാൽ മതി. അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ടൈം ഔട്ട്. ടൈം ഔട്ട് എങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത് എന്നതായിരുന്നു. അപ്പൊ നമുക്ക് ടൈം ഔട്ട് എന്താണെന്ന് ആദ്യം പറയാം. അത് കഴിഞ്ഞ് അത് ആരാണ് ചെയ്യുന്നത്, എപ്പോഴാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ പറയാം. ടൈം ഔട്ട് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, അതായത് നമ്മൾ കറക്റ്റ് പേഷ്യന്റ് ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ടൈം ഔട്ട് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് അതിൽ ഈ ഒരു ആൻസറിൽ നമുക്ക് അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: സ്വാബ് കൗണ്ടിനെ കുറിച്ചായിരുന്നു. കൗണ്ട് മിസ് ആവാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കും, ഇനി അങ്ങനെ ഒരു കൗണ്ട് മിസ് ആയാൽ നമ്മൾ ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും, ഇതായിരുന്നു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സോ ഇതിനെ നമുക്ക് പറയാം, നമ്മുടെ ഹോസ്പിറ്റലിൽ എങ്ങനെയൊക്കെയാണ് കൗണ്ട് എടുക്കുന്നത്, പ്രീ ഓപ്പ്, ഇൻട്രാ ഓപ്പ്, കേസ് കഴിഞ്ഞിട്ട് നമ്മൾ കൗണ്ട് എടുക്കുന്ന ആ കാര്യങ്ങൾ പറയാം. ഇനി അത് മിസ് ആയാൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു സ്വാബ് ആ ഒരു ഫോളോ അപ്പ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ഇവിടെ ആൻസർ പറയാം. അത് കഴിഞ്ഞിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: പോസ്റ്റ് ഓപ്പ് ലാരഞ്ചിയൽ എഡിമ എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് നമുക്കറിയാം, നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം വൈറ്റൽസ് നോക്കും, ഓക്സിജൻ വേണമെങ്കിൽ ഓക്സിജൻ കൊടുക്കും, അസിസ്റ്റൻസ് വേണമെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിനെ വിളിക്കും, അത് കഴിഞ്ഞിട്ട് റീഇൻഡിബേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് ഹെൽപ്പ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് അതിന് ആൻസർ പറഞ്ഞാൽ മതി. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ആൻ ഇൻസ്ട്രുമെന്റ് മിസ്സിംഗ് നോട്ടീസ് ജസ്റ്റ് ബിഫോർ ദ കേസ്, വാട്ട് യു വിൽ ഡു. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ഓപ്പൺ ചെയ്ത ആ ഒരു സെറ്റിൽ നമ്മൾ പ്രീ ഓപ്പ് കൗണ്ട് എടുക്കുന്ന സമയത്ത് ഒരു ഇൻസ്ട്രുമെന്റ് ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുക എന്നതിനെ കുറിച്ചായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ അത് മാനേജ് ചെയ്യുക എന്നതിനെ കുറിച്ച് പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ പോളിസി ഇല്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഒരു കൗണ്ട് മിസ്സിംഗ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതനുസരിച്ച് ആൻസർ പറഞ്ഞാൽ മതി.
ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, എ ഡിറ്റീറിയേറ്റിംഗ് പേഷ്യന്റ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ എന്നുള്ളതായിരുന്നു. പേഷ്യന്റ് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ വന്നതിന് ശേഷം പേഷ്യന്റിന്റെ കണ്ടീഷൻ വളരെ മോശമായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? അത് നമുക്കറിയാലോ, നമ്മൾ ഒരിക്കലെങ്കിലും നമ്മുടെ എക്സ്പീരിയൻസിൽ നമ്മൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു സിറ്റുവേഷനിൽ ചെയ്തത്, ഒരു സിനാരിയോ പോലെ നമുക്ക് പറയാം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എന്റെ ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചത്. ഇനി അത് കൂടാതെ ഞാൻ പ്രിപ്പയർ ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ്, നമ്മൾ പ്രീ ഓപ്പ് ചെക്ക് ലിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. പ്രീ ഓപ്പ് ചെക്ക് ലിസ്റ്റ് നമുക്കറിയാം, നമ്മൾ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്ന ഒരു സമയമാണ് നമ്മൾ പ്രീ ഓപ്പിൽ നമ്മൾ പേഷ്യന്റിനെ ചെക്ക് ചെയ്യുന്ന ആ ഒരു സമയം. സോ അതിലാണ് നമ്മൾ പേഷ്യന്റ് എപ്പോൾ മുതലാണ് ഫാസ്റ്റിംഗ് ആയിരുന്നത്, അല്ലെങ്കിൽ പേഷ്യന്റിന് ലൂസ് ടീത്ത് ഉണ്ടോ, ഡെഞ്ചേഴ്സ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ജുവല്ലറീസ്, മെറ്റൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പേഷ്യന്റിനോട് ചോദിച്ചറിയുന്നത് ഈ പ്രീ ഓപ്പ് ചെക്കിങ്ങിന്റെ സമയത്താണ്. സോ അതുകൊണ്ട് പ്രീ ഓപ്പ് ചെക്കിങ്ങിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു, സർജിക്കൽ സൈറ്റ് മാർക്കിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. സർജിക്കൽ സൈറ്റ് മാർക്കിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. നമ്മൾ സർജിക്കൽ സൈറ്റ് മാർക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ സർജറി സൈറ്റ് വരെ മാറിപ്പോവാം. സോ അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർജിക്കൽ സൈറ്റ് മാർക്ക് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, വാട്ട്സ് യുവർ റോൾ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ എന്നാണ്. അതായത് നമ്മൾ സ്ക്രബ് ആണോ സർക്കുലേറ്റിംഗ് ആണോ എന്നുള്ളതായിരുന്നു. ചിലപ്പോൾ സ്ക്രബും സർക്കുലേറ്റിംഗും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി എന്താണോ നമ്മൾ അതനുസരിച്ച് പറയാം. ഞാൻ സ്ക്രബ് നേഴ്സും ആണ്, സർക്കുലേറ്റിംഗ് നേഴ്സും ആണ്. ഞാൻ സ്ക്രബ് നേഴ്സ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ഡ്യൂട്ടീസ് ഇതൊക്കെയാണ്, സർക്കുലേറ്റിംഗ് നേഴ്സ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ഡ്യൂട്ടീസ് ഇതൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമുക്കതിന് ആൻസർ പറയാം. സോ ഇത്രയുമാണ് അയർലൻഡിലേക്കുള്ള ഓപ്പറേഷൻ തിയേറ്റർ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഇതുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ അതിന് ആൻസർ തരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ചെയ്യാനായിട്ടുള്ള എനിക്കുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.